ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സതീശന്റെ നിലപാടുകളിൽ ഇപ്പോഴും വിയോജിപ്പുണ്ട്. ജയം UDFന്റെ നേട്ടമല്ലെന്നും കഴിവുള്ളവർ മുഖ്യമന്ത്രിയാകട്ടെ എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്നല്ല, രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അതിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരെ ആക്കിയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. കഴിവുള്ളവരെ ആക്കണം, അതുപോലെ തന്നെ പരിചയമുള്ളവരെ ആക്കണം എന്നേ ഉള്ളൂ. അത് ഒരു ഇന്ന വ്യക്തിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. സാധാരണ അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കാറുള്ളത്. അവരത് തീരുമാനിക്കട്ടെ. അത് തീരുമാനത്തിന് അടിസ്ഥാനമായിട്ടാണെങ്കിലും ഇനിയും വരാൻ പോകുന്ന ഭരണത്തിൻ്റെ വിജയം നിലനിൽക്കുന്നത്. അല്ല, അത് വിയോജിപ്പ് ഇലക്ഷനിലൊന്നും ബാധിപ്പിച്ചില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ പിന്നെ സമദൂര നിലപാട് തന്നെയായിരുന്നു അവിടെയും എല്ലായിടത്തും. അപ്പോൾ ആ സാഹചര്യത്തിൽ പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ഞങ്ങൾക്ക് ഉള്ള ഇഷ്ടമല്ല. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, 4 കാര്യങ്ങളാണ് പ്രധാനമായും ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഒന്ന്, ഇടതുപക്ഷത്തിനെതിരായി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല. 2, UDFന്റെ നേട്ടമായി ഈ വിജയത്തെ കാണരുത്. 3, ആര് മുഖ്യമന്ത്രിയായാലും പ്രശ്നമില്ല. 4, സതീശനോടുള്ള വിയോജിപ്പ് തുടരുകയും ചെയ്യുന്നു. അല്ലേ? 4 കാര്യങ്ങളാണ് സുകുമാരൻ നായർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി. തീർച്ചയായിട്ടും അജിംഷാദ്, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ഊന്നി പറഞ്ഞത് ഈ പരാജയത്തിന് കാരണം ഒരു ഭരണവിരുദ്ധ വികാരമല്ല. CPMന്റെ അകത്ത് പാർട്ടിയിൽ സംഘടനാപരമായി ഉണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഒരു നേട്ടമായി ഇതിനെ കാണാൻ കഴിയുകയില്ല. LDFനോടുണ്ടായ എതിർപ്പ് അവർക്ക് അനുകൂലമായി മാറി. മറ്റ് ഓപ്ഷനുകൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതിനപ്പുറം ഒരു UDFന്റെ നേട്ടമായി ഇതിനെ കാണാൻ കഴിയുകയില്ല. എന്തെങ്കിലും ചിലർ ആരുടെയെങ്കിലും വ്യക്തിപരമായ നേട്ടമായി ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ അത് NSS അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഇത് UDFന് LDFനോടുള്ള എതിർപ്പിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ജനവിധിയായി വേണം കാണാൻ. ഒപ്പം തന്നെ കഴിവുള്ള ആര് മുഖ്യമന്ത്രിയായാലും തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ സതീശനോടുള്ള തങ്ങളുടെ വ്യക്തിപരമായ വിയോജിപ്പ് അത് തങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. സമുദായം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് സമദൂര നിലപാട് തന്നെയാണ്. ആ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അത് തുടരുക തന്നെ ചെയ്തു. അല്ലാതെ പറവൂരിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ എതിരായോ ഒരു നിലപാടും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിവുള്ളവർ മുഖ്യമന്ത്രിയാവട്ടെ, സമുദായത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ മാത്രം ലഭിച്ചാൽ മതി, അനർഹമായ ഒന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അജിംഷാദ്, തീർച്ചയായും. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമദൂര സിദ്ധാന്തം അത് ജി സുകുമാരൻ നായർ പറയുമ്പോൾ തന്നെ ഈ 3 പേരിൽ ആരോടാണ് കൂടുതൽ ശരിദൂരമുള്ളത്? കാരണം ഈ സമദൂരത്തിൽ തന്നെ ശരിദൂരം സാധാരണ NSS കാണാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ജി സുകുമാരൻ നായർ മുമ്പോട്ട് വെച്ചോ? VD സതീശനോടുള്ള എതിർപ്പ് പറഞ്ഞതൊരു സൂചനയാണ്. രമേശ് ചെന്നിത്തലയോട് വലിയ അനുഭവമുള്ള ഒരു നേതാവ് കൂടിയാണ് സുകുമാരൻ നായർ. പക്ഷേ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് അങ്ങനെ പ്രത്യേക പേരൊന്നും പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആര് മുഖ്യമന്ത്രി ആയാലും കഴിവുള്ളവർ മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ളതാണ്. പക്ഷേ സതീശനോടുള്ള വിയോജിപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രകടമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ചിലരുടെ നേട്ടമായി ഈ വിജയത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഈ ഇടതുപക്ഷത്തിനകത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ആണ്, ഈ ഭരണവിരുദ്ധ വികാരവുമല്ല, ആരുടെയും നേട്ടവുമായിട്ടില്ല ഇതിനെ കാണുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും സതീശനോടുള്ള ഒരു നീരസം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടമായിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും ആര് മുഖ്യമന്ത്രിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ നിലപാട്, അല്ലെങ്കിൽ ഇന്നയാൾ രമേശ് ചെന്നിത്തല ആകണമെന്നോ ആകണ്ടെന്നോ ഉള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അജിംഷാദ്, ശരി. സനോജ് സുരേന്ദ്രനാണ് അതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നത്.